സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളന പ്രചരണാർത്ഥം കോഴിക്കോട് ജില്ലാ ഉത്തരമേഖല സന്ദേശയാത്രയ്ക്ക് വില്യാപ്പള്ളി റേഞ്ച് ജമയത്തുൽ മുഅല്ലിമീൻ സ്വീകരണം നൽകി. ഇന്ന് പുലർക്കാലത്ത് കുഞ്ഞിപ്പള്ളിയിൽ നിന്നാരംഭിച്ച് ഈ പ്രൗഢമായ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വില്യാപ്പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ജാഥാനായകൻ ഷേഖുന ഉമർ ഫൈസി ഉസ്താദ്, ബഷീർ ഫൈസി ഉസ്താദ്, സമദ് ഫൈസി ഉസ്താദ്, TPC തങ്ങൾ തുടങ്ങിയ നായകരൊക്കെയും വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കൺവീനർ TK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റേഞ്ച് പ്രസിഡന്റ് യൂസഫ് തങ്ങൾ മേമുണ്ട അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ഉമർ ഫൈസി മുക്കത്തിന് റേഞ്ച് മദ്രസ ഉപഹാരം ചെയർമാൻ ഷറഫുദ്ദീൻ ഭാഖവി നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാമാണ്. ആ ഇസ്ലാം പ്രവാചകന്മാർ മുഖേന നമുക്ക് കിട്ടുകയും പ്രവാചകന്മാർക്ക് ശേഷം അവർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെയാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ, അതായത് പരലോക മോക്ഷം കിട്ടണമെങ്കിൽ ഉലമാക്കന്മാരുടെ പിന്നിൽ അണിനിരക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇസ്ലാം നിലനിർത്തുന്നതിനും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമുക്കറിയാം, മഹാനായ മർഹൂമിങ്ങൾ വരക്കൽ മുല്ലപ്പാത്തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നിങ്ങളുടെ ഈ പ്രദേശക്കാരനായിരുന്ന വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ നമ്പർ അല്ലാഹു മർക്കദഹു മഹാനവറുകളെ പോലെയുള്ള പണ്ഡിത നേതൃത്വം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ സംഘടന. അതിലാണ് ദീനുള്ളത്. ദീൻ നമുക്ക് രക്ഷപ്പെടണം. നമുക്കതാണല്ലോ ആഖിറത്തു ഖൈറും വഅബ്ഖ, ആഖിറം മോശമാവണം, അതാണ് നമുക്ക് വേണ്ടത്. ദുനിയാവൊക്കെ അങ്ങനെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് കടന്നു പോകും. അതുകൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളെക്കാളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഊന്നൽ നൽകേണ്ടതും നമ്മുടെ സമസ്തയാണ്, ദീനാണ്. അതുകൊണ്ട് സമസ്തയാണ് ഇന്ന് ഈ ദീൻ നിലനിർത്തുന്നത്. കൊണ്ട് തന്നെ നമ്മളൊക്കെ സമസ്ത എന്ത് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കടമ. ആ നിലക്ക് അല്ലാഹു തആല മരണം വരെ നമ്മൾ അതിൻ്റെ പിന്നിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റേഞ്ച് സെക്രട്ടറി സലാം ഭാഗവി ആശംസകൾ നേർന്നു സംസാരിച്ചു. ബഷീർ ഫൈസി ചീക്കോന്ന്, ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം മുസ്ലിയാർ, സമദ് ഫൈസി, ബഷീർ ധാരിമി പന്തിപ്പൊയിൽ, സലാം ഫൈസി മുക്കം, മഹമ്മൂദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളെ വടകരയിൽ മോപ്പ് എടുക്കുകയാണെങ്കിലും 29, ചൂലെടുക്കുകയാണെങ്കിലും 29. ഓപ്പണിങ്ങിന്റെ അന്നേ ദിവസം മാത്രമാട്ടോ ഈ ഒരു അടിപൊളി ഓഫറിലെ. ഈ ഒരു ഡസ്റ്റ് പാനിന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. കരയാണൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.